सपनों की रानी कब आएगी तू ഭരതനാട്യം എന്ന സിനിമയുടെ വിശേഷങ്ങളുമായി ഇന്ന് എൻ്റെ കൂടെ ചേരുന്നത് സോഹൻ സിനിലാൽ, സൈജി ചേട്ടൻ ആൻഡ് അഭിരാം. വെൽക്കം ടു സ്കൈലാർട്ട് പിക്ചേഴ്സ്. വർഷത്തിലൊരിക്കൽ ഹിമാലയത്തിൽ പോകുന്നുള്ള ശരിക്കുള്ളതാണ് ഒരു സ്പിരിച്വൽ പരിപാടിയാണോ? അല്ല, ഒരു കാര്യമാണ് നന്നായി ഹിന്ദി പാട്ടുകൾ പാടും എന്ന്. ഞാൻ ആയിട്ടില്ല. മലയാള സിനിമയിലെ ആൾക്കാരെ വെച്ചിട്ടൊരു ഹിന്ദി സിനിമ ചെയ്യാൻ പോകും. അപ്പൊ എനിക്ക് അറിയുള്ളൂ ഹിന്ദി അറിയാതെ ആൾക്കാർ നമ്മൾ ചെയ്യുവന്നിട്ടേ സുഖമാണെന്ന് ചോദിക്കും. സുഖമാണെന്നല്ല, അല്ലെങ്കിൽ തന്നെ ചോദിച്ചാലും സുഖം അല്ലെങ്കിൽ തന്നെ നമ്മൾ സുഖമാണെന്ന് ചെവി ചോദിക്കേണ്ട ആവശ്യം തന്നെ നമ്മളുള്ളൂ. എനിക്ക് വേറൊരു വഴി ദയവായിട്ട് കാണിച്ചു തന്നു. അപ്പൊ അതുകൊണ്ട് പ്രഷർ താങ്ങാണ്ട് വന്നപ്പോഴത്തേക്കും ഞാൻ നേരെ ജോലി വിട്ടു. എന്നിട്ട് പിന്നെ സിനിമ കണ്ടിട്ട് ചെയ്യാന്ന് പറഞ്ഞുകൊണ്ട് വന്നു. എല്ലാ മാസവും ഒരു പടം ചെയ്യുന്നു, അഭിനയിക്കുന്നു, നമുക്ക് സാലറി കിട്ടുന്നു, റെമ്യൂണറേഷൻ കിട്ടുന്നു, അങ്ങനെ അങ്ങ് പോകുന്നു. ഒരു സിനിമയിൽ അഭിനയിക്കണമല്ലോ എന്നുള്ള ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു പുള്ളി കരുതിയത്. ഒരു സിനിമയുടെ അടുത്ത സിനിമ കിട്ടുന്നുള്ളത് നിന്റെ സിനിമ ആണെങ്കിൽ കിട്ടും കേട്ടോ. ഏറ്റവും ആദ്യം ചോദിക്കുന്നത് ആളുണ്ടോ അല്ലേ, ആളുണ്ടോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും അപ്പൊ ആൾക്കാർ പലർക്കും പുറത്ത് കുറച്ച് ആൾക്കാർ നിൽപ്പുണ്ട്. അപ്പൊ അവരൊക്കെ നമ്മുടെ സിനിമയ്ക്കായിരിക്കും. അപ്പൊ അത് നമുക്കറിയാം നമ്മുടെ സിനിമയ്ക്ക് ആയിരിക്കില്ല. പക്ഷെ അയാൾ നമ്മളെ സമാധാനിപ്പിച്ച് നമ്മൾ സമാധാനപ്പെടുകയും ചെയ്തു. കോമഡി പടാണെങ്കിൽ ആൾക്കാർ ചിരിയൊക്കെ ഉണ്ടായിരുന്നു. എന്റെ അടുത്തിരുന്നവർ നന്നായിട്ട് ചിരിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ അടുത്ത് ഈ ചിരിയൊന്നുമില്ല. അപ്പൊ അത് നമ്മുടെ ടെൻഷനാണ്. ഹിന്ദി പ്രൊണൗൺസിയേഷൻ തെറ്റാണെന്ന് പിൽക്കാലത്ത് നമ്മൾ പുറത്തു പോയപ്പോൾ മനസ്സിലായി. ആരും ഒന്നും ആരും പറയാറില്ല. ഹായ് ഹലോ, ദിസ് ഇസ് ആഷിഖ്. യു വാച്ചിങ് സ്കൈലാർട്ട് പിക്ചേഴ്സ് എൻ്റർടൈൻമെൻറ്റ്സ്. ഭരതനാട്യം എന്ന സിനിമയുടെ വിശേഷങ്ങളുമായി ഇന്ന് എൻ്റെ കൂടെ ചേരുന്നത് സോഹൻ സിനിലാൽ, സൈജി ചേട്ടൻ ആൻഡ് അഭിരാം. വെൽക്കം ടു സ്കൈലാർട്ട് പിക്ചേഴ്സ്. താങ്ക് യു. ഓക്കെ സൈചേട്ടാ, ഞാനിതിൻ്റെ ട്രെയിലർ ആക്ച്വലി ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ടല്ലോ, ഭരതനാട്യത്തിൻ്റെ ട്രെയിലർ കണ്ടു. അപ്പോൾ അതിൻ്റെ അവസാനം സൈചേട്ടൻ്റെ ആ ഒരു പോർഷനിൽ സൈചേട്ടൻ പറയുന്ന കാര്യമാണ് എന്നെ ഭയങ്കരമായിട്ട് ഹുക്ക് ചെയ്തത് സിനിമയിൽ. ഇനിയിപ്പോൾ എന്താ ഒന്നും കാണാതെ നമ്മളിത് ചെയ്യില്ലല്ലോ എന്നുള്ള സംഭവം. സോ ഈ ഒരു പ്രൊഡക്ഷനിലേക്ക് വരുമ്പോൾ എന്തായിരുന്നു ഭരതനാട്യം ഞാൻ പ്രൊഡ്യൂസ് ചെയ്യാമെന്ന് തോന്നാൻ? ഒരു ഡ്രീമായിരുന്നു ഒരു പടമെങ്കിലും പ്രൊഡ്യൂസ് ചെയ്യണമെന്ന്. അങ്ങനെ ഒരു 3-4 വർഷം അല്ലെങ്കിൽ 5 വർഷം മുമ്പ് കുറച്ച് സീരിയസ് ആയിട്ട് അതിനെപ്പറ്റി ആലോചിച്ചു. കാരണം 2-3 പേര് എന്നെ അപ്രോച്ച് ചെയ്തു, പാർട്ണർഷിപ്പിൽ നമുക്കൊരു പടം പ്രൊഡ്യൂസ് ചെയ്താലോ എന്നൊക്കെ ചോദിച്ചു. പക്ഷെ അന്ന് ഞാനും പ്രിപ്പയർഡ് ആയിരുന്നില്ല. പിന്നെ അങ്ങനത്തെ ഒരു സബ്ജക്റ്റും കിട്ടിയില്ലായിരുന്നു. ആ സമയത്ത് അവൈലബിൾ ആയിരുന്നില്ല. പിന്നെ അത് വിട്ടു. കോവിഡൊക്കെ വന്ന് അതൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞ വർഷം കൃഷ്ണദാസ്, ഇതിന്റെ റൈറ്റർ ഡയറക്ടർ കൃഷ്ണദാസ് വന്നിട്ട് ഒരു 10-15 മിനിറ്റിൽ എന്നോടൊരു കഥ പറഞ്ഞു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതിന്റെ സ്ക്രിപ്റ്റ് കേൾക്കാന്ന് പറഞ്ഞു. സ്ക്രിപ്റ്റ് കേട്ടു. ഞാൻ പറഞ്ഞു ഓക്കെ. അപ്പം ഒരു 5-6 പടങ്ങൾ ഞാൻ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് പ്രൊജക്റ്റ് ആക്കണം, ഭയങ്കര രസമുള്ള കഥയാണ്. അതിൻ്റെ അകത്ത് ഒന്ന് ഇതും കൂടെ ഞാൻ ആഡ് ചെയ്ത് വെച്ചു. അപ്പോൾ കൃഷ്ണദാസ് ഇടയ്ക്ക് അപ്പം അങ്ങനെ 3-4 മാസം കഴിഞ്ഞ് കൃഷ്ണദാസ് ഇടയ്ക്ക് എനിക്ക് മെസ്സേജ് ചെയ്യും, ചേട്ടാ ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട്, പ്രൊഡ്യൂസേഴ്സിനൊക്കെ ഞാൻ കാണുന്നുണ്ട്, നമ്മുടെ കാര്യം ചേട്ടനും കൂടെ ഒന്ന് എന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് അയക്കും. പിന്നെ ഇടയ്ക്ക് മെസ്സേജ് അയക്കും, ചേട്ടൻ മറക്കല്ലേ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ എനിക്ക് എൻ്റെ ഓർമ്മയിലുണ്ട് ഇതല്ല, ഈ 5-6 പടങ്ങൾ എൻ്റെ ഓർമ്മയിലുണ്ട്. അപ്പോൾ ഒരു കറക്റ്റ് ഒരു ആൾ വരുമ്പോഴത്തേക്കും പിച്ച് ചെയ്യാന്ന് പറഞ്ഞിട്ടിരിക്കുകയാണ് ഞാൻ. ലൈക്ക് ഇപ്പം അഭിലാഷം എന്ന് പറഞ്ഞൊരു പടം ഞാൻ ചെയ്തിരുന്നു. അപ്പം അതിൻ്റെ പ്രൊഡ്യൂസേഴ്സ് ദേ വോണ്ടഡ് ടു ഡു എ മൂവി വിത്ത് മീ. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഈ ഒരു കഥയുണ്ടെന്ന് കേട്ടു നോക്കൂ, അത് ഓക്കെ ആണെങ്കിൽ നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണ് അത് സംഭവിക്കുന്നത്. അപ്പം അതേപോലത്തെ ആരെങ്കിലും എന്താണ് എന്നെ വെച്ച് അത്രയും ഒരു സന്മനസ് കാണിക്കുന്ന നിർമ്മാതാക്കൾ ആരെങ്കിലും പറയുമെന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞാൻ ഡിസംബർ മാസത്തിൽ ഫാമിലിയായിട്ടൊന്ന് ദുബായി പോയി. തോമസ് ചേട്ടൻ്റെ വീട്ടിൽ ലഞ്ചിന് വിളിച്ചിരുന്നു. അങ്ങനെ പോയി. ലഞ്ചിന് ശേഷം തോമസ് ചേട്ടൻ ചോദിച്ചു, ഇങ്ങനെ നല്ല കഥകൾ വല്ലതും കേട്ടിട്ടുണ്ടോ? അപ്പോൾ ഞാനൊരു 2 കഥകൾ ഈ 5-6 നിന്ന് ഏറ്റവും തോമസ് ചേട്ടൻ്റെ ഒരു ജോണർ എന്ന് വെച്ചാൽ ഹ്യൂമറാണ്. അപ്പൊ ഹ്യൂമർ ബേസ്ഡ് ആയിട്ടുള്ള 2 സബ്ജക്ട് ഞാൻ പറഞ്ഞു. അതിനകത്ത് ഇത് തോമസ് ചേട്ടന് ക്ലിക്കായി. അപ്പൊ ഈ സബ്ജക്ട് എനിക്കൊന്ന് കേൾക്കണമെന്ന് പറഞ്ഞു. ഞാനപ്പോൾ അന്ന് വലിയ സീരിയസ് ആയിട്ട് എടുത്തില്ല. പിറ്റേ ദിവസം വൈകുന്നേരം ഞാൻ തിരിച്ച് വരുവാണ് കൊച്ചിയിലേക്ക്. പാക്കിങ് കഴിഞ്ഞോന്ന് അറിയാൻ വേണ്ടിയിട്ട് തോമസ് ചേട്ടൻ എന്നെ ചുമ്മാ വിളിച്ചു. എന്നിട്ട് ഫോൺ വെക്കുന്നതിന് മുമ്പായിട്ട് പറഞ്ഞു, ഇന്നലെ പറഞ്ഞ സബ്ജക്റ്റിൽ അതെനിക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് കേൾക്കണം, അവരോടൊന്ന് പറഞ്ഞേക്ക്, ഞാൻ അടുത്ത മാസം വരും, അപ്പോൾ കേൾക്കാം. അപ്പൊ എനിക്ക് ഇൻട്രസ്റ്റഡ് ആണ്. അതെ. അങ്ങനെ ഇത് ഡിസംബർ ആണെങ്കിൽ ജനുവരിയിൽ തോമസ് ചേട്ടൻ വരുന്ന പ്രൊഡ്യൂസർ അസോസിയേഷൻ്റെ മീറ്റിംഗ് ഉണ്ടായിരുന്നു, അതിനുവേണ്ടി വരുന്നു. ആ സമയത്ത് എൻ്റെ ഓഫീസിൽ നിന്ന് നമ്മളെല്ലാവരും കൂടെ സ്ക്രിപ്റ്റ് ഒന്നുകൂടെ കേൾക്കുന്നു. ഉടനെ തന്നെ തോമസ് ചേട്ടൻ കൈ കൊടുക്കുന്നു. അപ്പോൾ വരെ എൻ്റെ മനസ്സിൽ ഇത് പ്രൊഡ്യൂസ് ചെയ്യണമെന്നുള്ളത് ഇല്ല. കൃഷ്ണദാസൊക്കെ പുറത്തേക്ക് ഇറങ്ങി
ഞാനും തോമസേട്ടനും കൂടെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഇടയിലാണ് എനിക്കിങ്ങനെ തോന്നിയത് ഇതായിരിക്കും ഒരു നമ്മുടെ ഡെബ്യൂ പ്രൊഡക്ഷൻ ഒരു നല്ല സബ്ജക്റ്റ്. കാരണം അതിന് 2-3 ഒന്ന് സ്ക്രിപ്റ്റ് ഗംഭീരമാണ്, എൻ്റെ ടൈപ്പ് ഓഫ് ജോണറാണ്, അതായത് ഫാമിലി ഹ്യൂമർ വരുന്ന ജോണറാണ്. പിന്നെ എനിക്ക് ഷോൾഡർ ചെയ്യാൻ പറ്റുന്ന ഒരു ബഡ്ജറ്റാണ്. അത് നമുക്ക് പ്രോബിലിറ്റി ഈസ് 50-50. ബ്രേക്ക് ഇവൻ ആവാണ്ടിരിക്കാം, പക്ഷെ ഭയങ്കര ഒരു ലോസിലേക്ക് പോവില്ല. ഇപ്പം അതിനേക്കാളും വലിയൊരു ബഡ്ജറ്റാണ് ഈ പടത്തിന് വേണ്ടെങ്കിൽ ചിലപ്പോൾ ഞാനത് ചെയ്യില്ല. ഐ മീൻ ഞാൻ അഭിനയിക്കുകയില്ല ലീഡ് റോളിൽ. കാരണം എനിക്കറിയാം എനിക്ക് ഷോൾഡർ ചെയ്യാൻ പറ്റുന്ന ഒരു ബഡ്ജറ്റ് എനിക്കറിയാം. അപ്പൊ പെട്ടെന്ന് പിന്നെ എന്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു ഇതെന്ന് വെച്ചാൽ ഇനിയിപ്പം ഞാൻ കോ പ്രൊഡ്യൂസ് ഞാൻ ചെയ്തോട്ടെ എന്ന് തോമസ് ചോദിച്ചാല് അദ്ദേഹത്തിന് ഒരു ബുദ്ധിമുട്ടാകും. അദ്ദേഹത്തിന് ഇനിയിപ്പോ ഞാൻ വേണ്ടെങ്കിൽ പാർട്ണർ ആക്കണ്ടെങ്കിൽ ഇനിയിപ്പോ ഈ പ്രൊജക്റ്റ് ഉള്ളിൽ വിട്ട് കളയുമെന്നൊരു പേടി. പക്ഷെ ഞാൻ ചോദിച്ചു, ധൈര്യം സംഭരിക്കാൻ ചോദിച്ചു. അദ്ദേഹം സ്പോണ്ടേനിയസ്ലി എന്നോട് പറഞ്ഞത് അതൊരു നല്ല ഐഡിയ ആണ്. അപ്പൊ അങ്ങനെയാണ് നമ്മളത് ചെയ്യാൻ തീരുമാനത്തിലേക്ക് എത്തുന്നത്. അപ്പൊ അങ്ങനെയാണ് ഭരതനാട്യം സംഭവിക്കുന്നത്. അതെ അതെ. സിനിചേട്ടാ, എന്താണ് വിശേഷങ്ങൾ? അല്ല, ഒരുപാട് സന്തോഷമുണ്ട്. കാരണം സൈജു പറഞ്ഞ പോലെ നല്ലൊരു സ്ക്രിപ്റ്റാണ്, നല്ലൊരു സിനിമയാണ്, ഞങ്ങൾക്കൊക്കെ ഒരുപാട് പ്രതീക്ഷയുള്ളതാണ്. അതിൻ്റെ ഒരു ഭാഗമാവാൻ സാധിച്ചതിലുള്ളൊരു സന്തോഷത്തിലാണ്. പിന്നെ ഇപ്പോൾ ട്രെയിലർ ഇറങ്ങിയപ്പോൾ ഒരുപാട് സ്ഥലത്തുനിന്ന് നല്ലൊരു ഫീഡ്ബാക്കാണ് കിട്ടുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു സന്തോഷത്തിലാണ്. ക്യാരക്ടർ എന്ത് തരം ക്യാരക്ടറാണ്? ഞാൻ ആ നാട്ടിലെ ഒരു അമ്പലത്തിൻ്റെ അമ്പലം കമ്മിറ്റി പ്രസിഡൻ്റാണ്. സൈജു ആണ് ആ അമ്പലം കമ്മിറ്റി സെക്രട്ടറി, അദ്ദേഹം കമ്മിറ്റി മെമ്പറുമാണ്. കമ്മിറ്റിക്കാരാണ് ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ അതിൽ സൈജുവിൻ്റെ വീട്ടിൽ ഉള്ള ആൾക്കാരും ഉണ്ട്, വീട്ടിൽ കയറ്റാൻ പറ്റാത്ത ആൾക്കാരും ഉണ്ട്. അതിൽ ഞങ്ങൾ വീട്ടിൽ കയറ്റാൻ പറ്റാത്ത ആൾക്കാർ ഒരേ കമ്മിറ്റിയിൽ എന്താണ്, പക്ഷെ കയറ്റാൻ പറ്റില്ല. അതെ. വേറൊരു സന്തോഷം എന്ന് വെച്ചാല് സോഹൻ ചേട്ടന്റെ ഡെബ്യൂ ഡയറക്ഷനുള്ള പടത്തില് ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. ഡബിൾസ്. എന്റെ ഡെബ്യൂ പ്രൊഡക്ഷനിൽ സോഹൻ ചേട്ടൻ സൈജുവിന്റെ ഡെബ്യൂ സ്ക്രിപ്റ്റ് റൈറ്റില് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതെ, ഡെബ്യൂ സ്ക്രിപ്റ്റ് റൈറ്റിംഗ് കഥ കേട്ട് ഞങ്ങളത് ഗൈഡ് ചെയ്തായിരുന്നു. ആ ഒരു ഇതുണ്ടായിരുന്നു. അങ്ങനത്തെ പ്ലാൻ ഉണ്ടോ സൈജേട്ടാ? എഴുതാനോ? ഇനിയില്ല. ഒരു വട്ടം ആരും ഭയപ്പെടണ്ട, ഞാൻ ഇനി ഒരു സ്ക്രിപ്റ്റായിട്ട് ഞാൻ വരില്ല. അങ്ങനെ പറയാൻ പറ്റില്ല. അതായത് ഒരു സ്ക്രിപ്റ്റിന്റെ മാത്രം മോശം കൊണ്ട് ഒരു സിനിമ മോശമാണോന്നില്ല. പല കാര്യങ്ങളുണ്ട് ഒരു സിനിമ. അപ്പൊ എന്ന് കരുതിയിട്ട് ആ സ്ക്രിപ്റ്റ് എല്ലാവർക്കും അയച്ചിട്ട് ഇഷ്ടപ്പെട്ട സ്ക്രിപ്റ്റാണ്. പിന്നെ ഓരോ സിനിമയ്ക്ക് ഓരോ ഒരുപാട് സമയവും പിന്നെ പേഷ്യൻസ്, ക്രിയേറ്റിവിറ്റി. അപ്പൊ ഇതൊന്നും എനിക്ക് ഇല്ല. ക്രിയേറ്റിവിറ്റി തീരെ ഇല്ല. ഐ മീൻ അഭിനയത്തിന്റെ കാര്യത്തിലല്ല ഞാൻ പറയുന്നത്. അഭിനയത്തിൽ നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ നമുക്ക് മാനേജ് ചെയ്ത് പോകാം. പക്ഷെ ഫ്രെയിം നമുക്ക് വയ്ക്കണം, ഒരു ഷോട്ട് വയ്ക്കുന്നതൊക്കെ ഒരു സംവിധായകന്റെ ഇതാണ്, ക്രിയേറ്റിവിറ്റിയാണ്. അപ്പൊ ആ ഒരു പരിപാടി എന്നിലില്ല എന്നുള്ളത് എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. ഒരു റൈറ്ററിന് കറക്റ്റായിട്ട് ബാലൻസ് ചെയ്തിട്ടുള്ള ഇമോഷൻസ് എഴുതി വെക്കുക, കറക്റ്റായിട്ട് ഒരു ഫ്ലോയിൽ പോവുക, ലാഗ് വരാൻ പാടില്ല, ഇങ്ങനെയൊക്കെയുള്ള കുറെ കാര്യങ്ങളുണ്ടല്ലോ സിനിമയിൽ. അപ്പൊ അങ്ങനത്തെ ഒരു റൈറ്റിംഗ് ഒരു ഇതും എനിക്കില്ല. അപ്പൊ അത് കാരണം നമ്മളത് തൽക്കാലം മാറ്റി വെച്ചു. ഈ പ്രൊഡക്ഷനിൽ എനിക്ക് A to Z അറിയാവുന്നതുകൊണ്ടൊന്നുമല്ല ഞാനിത് ചെയ്യുന്നത്. പക്ഷെ എനിക്ക് അങ്ങനത്തെ ഒരു പാർട്ട്ണറെ കിട്ടി. ഇപ്പൊ എനിക്ക് അതെ, ഇപ്പം റൈറ്റേഴ്സ് ലൈക്ക് ഇപ്പം ശ്യാം പുഷ്കറിനൊക്കെ കിട്ടിയാൽ, കോ റൈറ്ററായിട്ട് കിട്ടിയാൽ ഞാൻ ചുമ്മാ എന്റെ പേര് കൂടെ വരുന്നു, ആ ഒരു പരിപാടിയാണെങ്കിൽ ഓക്കെ. സൈജുവിന്റെ ആദ്യത്തെ പ്രൊഡക്ഷനിൽ അഭിനയിക്കാൻ പറ്റിയത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. എല്ലാ പ്രൊഡക്ഷനിലും അഭിനയിക്കാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. വിളിക്കണമെന്ന്. ഓക്കെ, അഭിരാം, പയ്യന്നൂരിൽ നിന്ന് ഒരാൾ സിനിമ സ്വപ്നമായിട്ട് സിനിമയിലേക്ക് വരുന്നു. അതിനുശേഷം എനിക്ക് എന്താ പറയുക, അഭിരാമിന് എനിക്ക് ഏറ്റവും ക്യാച്ചി ആയിട്ട് തോന്നിയ കാര്യം എന്ന് പറഞ്ഞാൽ വളരെ നാച്ചുറൽ ആയിട്ട് അഭിനയിക്കുന്ന ഒരാളാണ്. പിന്നെ ചിരിയിൽ എന്തോ ഒരു വശ്യതയുണ്ട്. അങ്ങനെ തോന്നിയിട്ടുണ്ട് എനിക്ക്. അങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അങ്ങനെ തോന്നിയിട്ടുണ്ട് ബ്രോ. ഇല്ല, എനിക്ക് എവിടെയൊക്കെ ചിരിയിൽ എന്തോ ഒരു, പ്രത്യേകിച്ച് പറവയിലൊക്കെ ഉള്ള സീനുകളിൽ അതെ അതെ, ഞാൻ സത്യം പറഞ്ഞ മനസ്സിൽ കരുതിയ സീൻ അതാ. ആ ക്യാരം ബോർഡ് കളിക്കുമ്പോൾ നിന്നെ വിളിച്ചിട്ട് എന്താ ചോദിക്കൂലേ, ഈ പടത്തിന് സൈജനാണോ കാസ്റ്റ് ചെയ്ത്? അറിയില്ല ആരെ കാസ്റ്റ് അങ്ങനെയല്ല. നമ്മളന്ന് നോട്ട് ചെയ്തു, എനിക്ക് ഇദ്ദേഹം ആരാണ്, അദ്ദേഹം അസോസിയേറ്റ് ഡയറക്ടറാണ് പടത്തിൽ. അതെ അതെ. അപ്പൊ എനിക്കിതൊന്നും അറിയില്ല. ആ ക്യാരക്ടറിന്റെ പേര് അന്ന് എനിക്ക് ഓർമ്മ ഉണ്ടായിരുന്നു, മനാഫ്. അപ്പം ഞാൻ ഇദ്ദേഹം പറയുമ്പോഴാണ് ഞാൻ ഓർക്കുന്നത്. ഞാൻ ആക്ച്വലി ശ്രീനാഥ് ഭാസിയെ കണ്ടപ്പോഴത്തേക്കും ആ ക്യാരക്ടർ ചെയ്ത ആളാരാന്ന് ഞാൻ ചോദിച്ചു. എന്നിട്ട് ശ്രീനാഥ് എന്നിട്ട് പറഞ്ഞു ഇങ്ങനെ സൈജു കുറുപ്പ് അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു ഈ ക്യാരക്ടർ ആരാ ചെയ്തതൊക്കെ.
ഭയങ്കര ഇംപ്രസീവ് ആയിരുന്നു. ഡെഫിനറ്റ്ലി എങ്കിലും ചന്ദ്രക ഞങ്ങൾ ഒരുമിച്ച് അഭിനയിച്ചായിരുന്നു. അപ്പം നമുക്ക് കൺമുമ്പിൽ കാണാമല്ലോ ഇദ്ദേഹം പെർഫോം ചെയ്യുന്നത്. എങ്കിലും ചന്ദ്രക എനിക്കൊന്ന് സ്ക്രിപ്റ്റ് അല്ല അതില് അത് അർജുൻ അതിനകത്ത് അഭിനയിച്ചിരുന്നു ഒരുമിച്ച്. ശരി ശരി. അപ്പൊ അഭിരാം ആക്ച്വലി ആദ്യം നമ്മൾ പ്ലേസ് ചെയ്തിരുന്നത് അഭിരാം ഈ പടത്തില് വേണമെന്ന് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു എനിക്ക്. ഇപ്പം മണികണ്ഠൻ ചേട്ടൻ ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ വെച്ചാൽ ഭയങ്കര ആക്ടേഴ്സ് അല്ലേ. അപ്പം ഇവർക്കൊക്കെ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത്. അപ്പം ഞാൻ എന്റെ ഐഡിയ എന്നുള്ള ഓരോ പേരുകൾ ഞാൻ ഇങ്ങനെ പറഞ്ഞു. എനിക്ക് ഒന്ന് മണികണ്ഠൻ ചേട്ടൻ, പിന്നെ അഭിരാം, സോഹൻ ചേട്ടൻ, എടവള ബാബു ചേട്ടൻ, ഇങ്ങനെയുള്ള ഓരോ പേരുകളുണ്ടായിരുന്നു. അപ്പൊ ഇവരെയൊക്കെ നമുക്ക് എവിടെ പ്ലേസ് ചെയ്യാൻ പറ്റും. അപ്പൊ അഭിരാമിന്റെയും നമ്മുടെ മണികണ്ഠൻ ചേട്ടന്റെ, സോഹൻ ചേട്ടന്റെ ഒക്കെ കറക്റ്റ് ആയിട്ട് ഒരു പ്ലേസ്മെന്റ് കിട്ടി. പക്ഷെ ഒരു ക്യാരക്ടർ ഷിഫ്റ്റ് നമ്മൾ നടത്തി അഭിരാമിന്റെ കാര്യത്തിൽ. വെച്ചാല് നമ്മള് ഇപ്പം അഭിരാം ചെയ്ത ക്യാരക്ടർ സുഭാഷ് എന്ന് പറഞ്ഞ ക്യാരക്ടർ അത് വേറൊരു ആക്ടറായിരുന്നു നമ്മൾ മനസ്സിലുണ്ടായിരുന്നത്, സംസാരിക്കുന്നത്. പക്ഷെ അദ്ദേഹത്തിന് ആ സമയത്ത് ഡേറ്റ് ഇല്ലായിരുന്നു, ഒരു ഫോറിൻ ട്രിപ്പ് ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ നേരെ അഭിരാമിനെ ഇങ്ങോട്ട് പ്ലേസ് ചെയ്തു. അപ്പൊ അഭിരാമിനോട് നമ്മൾ ഈയിടെയാണ് പറയുന്നത്, നിങ്ങളെ ആദ്യം കാസ്റ്റ് ചെയ്ത് വേറൊരു ക്യാരക്ടർ, ഇപ്പം വേറൊരു ക്യാരക്ടറാണ് നിങ്ങൾ ചെയ്തിരിക്കുന്നത്. അപ്പൊ അഭിരാം പറയണത് എനിക്ക് രണ്ടും ഒരേപോലെയാണ്, രണ്ടും എനിക്ക് അറിയില്ലായിരുന്നല്ലോ. അഭിരാമിനെ സംബന്ധിച്ചത് പ്രശ്നമല്ല. അപ്പം ഞാൻ ഈ സിനിമയുടെ അസോസിയേറ്റ് ആവുക, അസിസ്റ്റന്റ് ആവുക, ഇപ്പോൾ ഷൈൻ ചേട്ടനോടൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ, ദിലീപേനോടൊക്കെ സംസാരിക്കുമ്പോൾ അവർ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം സംവിധാനം ലക്ഷ്യമിട്ട് വന്നവരല്ല. അഭിനയിക്കാൻ ഒരു ചാൻസ് സംവിധാനത്തിലൂടെ ലഭിക്കുമെങ്കിൽ അതൊരു ഒരു ബ്രിഡ്ജ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് സിനിമയിലേക്ക് വന്ന ആളുകളാണ്. അഭിരാം എങ്ങനെയായിരുന്നു, എന്തായിരുന്നു ഡൊമിനേറ്റ് ചെയ്തിരുന്ന കാര്യം? സംവിധാനമാണോ അതോ അഭിനയമായിരുന്നോ? അത് എന്ത് പറഞ്ഞാലും ഇപ്പൊ സംവിധാനം തന്നെയാണ്. അഭിരാമിനെ സംബന്ധിച്ചിടത്തോളം സംവിധായകൻ തന്നെയാണ് മുന്നിൽ നിൽക്കുന്നതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അല്ലെ, നമ്മുടെ സുഹൃത്തുക്കളൊക്കെ അങ്ങനെ തന്നെയാണ് നമ്മളെ കുറിച്ചുള്ള ഒരു ഇമേജ്. പിന്നെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ഈ പറഞ്ഞതുപോലെ സജോട്ടൻ പറഞ്ഞതുപോലെയാണ്, അത് ഒരു വലിയൊരു ഉത്തരവാദിത്വമാണ്. അപ്പോൾ നമുക്കറിയാം, അസിസ്റ്റന്റ് ഡയറക്ടർ ആയതുകൊണ്ട് തന്നെ ഒരു ഡയറക്ടറിന്റെ ഉത്തരവാദിത്തങ്ങളെ കുറിച്ച് നല്ല ബോധ്യമുണ്ട്. അപ്പോൾ അതിലേക്ക് എത്താനുള്ള ഒരു മാനസികമായിട്ടുള്ള തയ്യാറെടുപ്പ് നടക്കുന്നുണ്ട് ഇതിനിടയിൽ. നമ്മൾ ഓരോ സിനിമയിൽ അഭിനയിക്കാൻ പോകുന്ന സമയത്താണ് നമ്മൾ അതിൻ്റെ ഒരു സംവിധാനത്തിന്റെ ഒരു വശം കൂടെ പഠിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ ഞാൻ ഇങ്ങനെ ഒബ്സർവ് ചെയ്യുന്നുണ്ട് ഭാവിയിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ സീനിയേഴ്സ് ഒക്കെ ഇരിക്കണം. സജിയേട്ടാ, ഒരു എയർടെൽ കണക്ഷൻ എടുക്കാൻ വേണ്ടി MG സാറിൻ്റെ വീട്ടിലേക്ക് പോകുമ്പോൾ അവിടെ നിന്ന് തിരിഞ്ഞ് നടക്കുന്ന ഒരു സമയമുണ്ടല്ലോ. എനിക്ക് തോന്നുന്നു ലൈഫിലെ എല്ലാ മനുഷ്യർക്കും ജനിച്ച ഒരു വാസനയും ഒരു നിയോഗം ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ഈ തിരിഞ്ഞ് നടക്കുന്ന സമയത്ത് MG സാർ തിരിച്ചു വിളിച്ചതിന് ശേഷം സിനിമയിലേക്ക് ഒരു അവസരം അല്ലെങ്കിൽ ഹരിഹരൻ സാറിനെ കാണാൻ പോകുന്ന കാര്യമൊക്കെ പറയുന്നുണ്ടല്ലോ. അപ്പോൾ എപ്പോഴെങ്കിലും MG സാറിനോട് പിന്നെ ചോദിച്ചിട്ടുണ്ടോ, സാർ എന്തായിരുന്നു സാർ എന്നിൽ കണ്ട ആ ഒരു സ്പാർക്ക് എന്ന് ചോദിച്ചിട്ടുണ്ടോ? അല്ല, അദ്ദേഹം അന്ന് തന്നെ പറഞ്ഞായിരുന്നു. അതായത് സ്പാർക്കൊന്നും ഇല്ല, ചില അഭിനയം പരിപാടിയൊക്കെ പുള്ളിക്ക് അറിയില്ലല്ലോ. എന്റെ ഫിസിക്കൽ അപ്പിയറൻസ് ആയിരുന്നു. ഈ ഭഗവതി കാവിലൊച്ച എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്, അതിന്റെ റെക്കോർഡിങ് കഴിഞ്ഞിട്ട് ചെന്നൈയിൽ നിന്ന് വന്നിട്ട് 2 ദിവസമായിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പം ഇറങ്ങുന്ന സമയത്ത് ഹരിഹരൻ സാർ പറഞ്ഞു, ഞാനൊരു പുതുമുഖ നടനെ അന്വേഷിക്കുന്നുണ്ട്, ഇതുവരായിട്ട് കിട്ടിയിട്ടില്ല. അപ്പൊ അറൌണ്ട് 850 ആൾക്കാരെ നോക്കിയായിരുന്നു അവര്, പിന്നെ ഫോട്ടോസായിട്ടും ഓഡീഷനൊക്കെ എടുത്ത് നോക്കിയായിരുന്നു. പക്ഷെ ഒന്നും വർക്കായില്ല. ആ ഒരു സമയമായിരുന്നു. അപ്പൊ നിങ്ങളുടെ സർക്കിളിൽ, MG സാറിന്റെ സർക്കിളിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറയണമെന്ന് പറഞ്ഞു. അപ്പം എങ്ങനത്തെ ഒരാളാണ് വേണ്ടത് ചോദിച്ചപ്പോഴത്തേക്ക് 6 അടി ഉയരും, വലിയ കണ്ണും നീണ്ട മൂക്കും, അങ്ങനെയൊക്കെ 20 തൊട്ട് 25 വയസ്സ് പ്രായം, ഇതൊക്കെയായിരുന്നു പറഞ്ഞിരുന്നത്. അപ്പം അതായിരിക്കണം പുള്ളിയുടെ മനസ്സിലത് കിടന്നിരുന്നു. ചിലപ്പോൾ എനിക്ക് തോന്നുന്നപ്പോൾ 1 മാസം കഴിഞ്ഞിട്ടാണ് ഞാൻ ചെല്ലുന്നത്, ചിലപ്പോൾ പുള്ളി അത് വിട്ടുപോയത്. പക്ഷെ എന്റെ ടൈമിംഗ് കറക്റ്റ് ആയിരുന്നു. 2 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ചെന്നു. അപ്പൊ അങ്ങനെയാണ് സിനിമയിലേക്ക് വരുന്നത് അല്ലേ ചേട്ടാ? അതിനുശേഷം ഇപ്പോൾ അങ്ങനെ ഒരു അഭിനയത്തിൽ അതുപോലെ ഹരിഹരൻ സാറിൻ്റെ സിനിമയിൽ തന്നെ അഭിനയിക്കാൻ ഭാഗ്യം കിട്ടി. അതിനുശേഷം നമ്മളുടെ ഈ അഭിനയ കരിയർ ഉണ്ടല്ലോ, ഈ കരിയറിൽ എപ്പോഴെങ്കിലും നമ്മളുടെ നടനെ തേച്ച് മിനുക്കലിൻ്റെ ഭാഗമായിട്ടുള്ള സ്റ്റഡീസോ അല്ലെങ്കിൽ അതിൻ്റെ വായനകളോ ഒക്കെ ചെയ്യാറുണ്ടോ? ഇല്ല, അങ്ങനത്തെ ഉള്ളതൊന്നും ചെയ്തിട്ടില്ല. ഇൻഫാക്ട് എന്താണ് ആൻ ആക്ടർ പ്രിപ്പയർസ് അല്ലേ, അങ്ങനെ ഒരു സംഭവമുണ്ട്. വിനയ് ഫോർട്ടാണ് എനിക്ക് എൻ്റെ CDs തന്നത്. അപ്പോൾ ഞാൻ എൻ്റെ അഭിനയം ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ആക്ടേഴ്സിൻ്റെ എക്സ്പീരിയൻസ് ഒക്കെ എങ്ങനെയാണെന്നുള്ളത് പഠിക്കാൻ വേണ്ടിയിട്ട് എനിക്ക്, അപ്പോൾ വിനോട് ഞാനിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും എന്നോട് പറഞ്ഞതാണ്, ഞാനിത് കണ്ടിട്ടുണ്ട്, ഒന്ന് കണ്ടു നോക്ക്. പക്ഷെ അത് ഒരെണ്ണം ഞാൻ കണ്ടു, പിന്നെ കുറച്ച് ഞാൻ കണ്ടു, മൊത്തത്തിൽ ഞാൻ കണ്ടിട്ടില്ല ഇതിനായിട്ട്. അത് എൻ്റെ കയ്യിൽ ഇപ്പോഴും ഇരിപ്പുണ്ടത്. അത് മാത്രമാണ് ഒന്ന് ട്രൈ ചെയ്തത്. മറ്റേത് പിന്നെ ആക്ടിങ് ക്ലാസ്സസിലൊക്കെ പോകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ അതിനുള്ളൊരു സാമ്പത്തികം ഇല്ലായിരുന്നു. അന്ന് ഇന്നിപ്പം മുക്കിൽ നമുക്ക് ആക്ടിങ് സ്കൂളുണ്ട്, പക്ഷെ അന്ന് ഇവിടെ ഇല്ല. ഒന്നില് പൂനെ അല്ലെങ്കിൽ ബോംബെ പോകണം. അവിടെ പോയി ക്രാഷ് കോഴ്സ് ആണെങ്കിൽ തന്നെ പോയി അതിനുള്ള സാമ്പത്തികം ഇല്ല, അവിടെ പോയി താമസിക്കണതിന്. അപ്പോൾ അതിന് മുതിർന്നിട്ടില്ല.
പക്ഷേ എനിക്ക് തോന്നുന്നത് എന്റെ വൈഫാണ് ചൂണ്ടിക്കാണിച്ചത്. ഇപ്പം നേരത്തെ സ്ക്രിപ്റ്റിന്റെ കാര്യം പറഞ്ഞില്ലേ, ഞാൻ 2 സ്ക്രിപ്റ്റ് എഴുതിയായിരുന്നു. എൻ്റെ അത് വർണ്ണം സിനിമയായി. ചിലപ്പോൾ ആ സ്ക്രിപ്റ്റ് എഴുതിയത് കൊണ്ടായിരിക്കും ചിലപ്പം എൻ്റെ ഉള്ളിലുള്ള ഒരു ഇത് പോളിഷ് ആയത് ഒരു പക്ഷേ. വെച്ചാൽ അതിനുശേഷമാണ്, ഈ സ്ക്രിപ്റ്റ് ഒക്കെ എഴുതിയതിനു ശേഷമാണ് ഞാൻ മുല്ല ചെയ്യുന്നത്, സോഹൻ ചേട്ടന്റെ ഡബിൾസ് ചെയ്യുന്നത്, VKPയുടെ കർമ്മയോഗി ചെയ്യുന്നത്. ഈ 3 പടങ്ങളാണ് ഞാൻ ഈ സ്ക്രിപ്റ്റ് ഒക്കെ എഴുതിയതിനു ശേഷം. പക്ഷെ ഈ മുല്ല ചെയ്യുമ്പോൾ തന്നെ എനിക്ക് ഒരു ചെറിയൊരു ഇമ്പ്രൂവ്മെന്റ് ഫീൽ ചെയ്യുന്നുണ്ട്. ഡബിൾസിൽ കുറച്ച് ഉൾഭയമുള്ളൊരു സമയം കൂടെ ആയിരുന്നു അന്ന്. ചില ഇൻഫാക്ട് മുല്ലിലും അത് ഉണ്ടായിരുന്നു. അതിലൊരു സൂപ്പർ സ്റ്റാറിന്റെ മൂവിയാണ് ഡബിൾസ്, ഒരു സൂപ്പർ സ്റ്റാറിന്റെ മൂവിയാണ്. അപ്പം നാച്ചുറലി അവരുമായിട്ട് അഭിനയിക്കുമ്പം ആ ഒരു സാധനം കാണുമല്ലോ. ഒന്നാമത് നമുക്ക് അഭിനയിച്ചിരിക്കും അറിയില്ല. പക്ഷെ ചില പക്ഷെ ചില ഷോട്ട്സിൽ ഞാൻ തന്നെ അറിയാണ്ട് എന്റെ കൈ ഓട്ടോമാറ്റിക്കലി അത് വർക്ക് ആവുന്നുണ്ട്. അതായത് കോൺഷ്യസ്ലി ഞാൻ എഫേർട്ട് എടുക്കുന്നില്ല. അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. കർമ്മയോഗി എത്തിയപ്പോഴും ഇത് തന്നെയായിരുന്നു. പിന്നെ കുറച്ചൊരു വലിയ ഗ്യാപ്പായി. അതിനുശേഷമാണ് പിന്നെ ട്രിവാൻഡ്രമിലാണ് സംഭവിക്കുന്നത്. അപ്പൊ എവിടെയോ ഒരു പോളിഷിങ് ആ സമയത്ത് ദൈവമായിട്ട് നടത്തിയിട്ടുണ്ട്. ഒരുപക്ഷെ എന്റെ അമ്മയുടെയും അച്ഛന്റെയും ഭാര്യയുടെയും പ്രാർത്ഥനയായിരിക്കാം. ഇവൻ സിനിമ എന്ന് പറഞ്ഞിട്ട് നടക്കുകയാണ്, ഇവന് അഭിനയം അറിയില്ല, ഒന്ന് ദൈവത്തിനോട് പറഞ്ഞതാണ്, ഒന്ന് പഠിപ്പിച്ചു കൊടുക്കും. അമ്മയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ പെട്ടെന്ന് വഴിപാട് നേർന്നു കളയും, എന്ത് ഇതുണ്ടെങ്കിലും. ഇപ്പം അമ്മ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്ന്, ഓക്കെ വഴിപാട് സോൾവ് ആകാറുണ്ട് കേട്ടോ. അതേപോലെ അമ്മ വഴിപാട് വെച്ചിരുന്നു, ഇവനെ ഒന്ന് കുറച്ചെങ്കിലും അഭിനയം പഠിപ്പിച്ചേക്ക്, കുറച്ചൊന്ന് പച്ച പിടിക്കട്ടെ എന്ന് പറഞ്ഞു. ഓക്കെ, സിനിച്ചേട്ടാ, ഇപ്പോൾ സംവിധാനത്തിലേക്ക് വരുന്ന ആദ്യ സിനിമ തന്നെ മമ്മൂക്കയെ പോലെ അധികായനായ നടനെ വെച്ച് ഡയറക്റ്റ് ചെയ്യാൻ സാധിക്കുക, സച്ചി സേതുവിൻ്റെ തിരക്കഥയും ഡയറക്റ്റ് ചെയ്യാൻ സാധിക്കുക. സോ ഈ ഒരു ജേണിയിലെ തുടക്കം ഉണ്ടല്ലോ, ഇത് ശരിക്കും എങ്ങനെയായിരുന്നു? അത്രയും നാളും അസിസ്റ്റൻറ്റും അസോസിയേറ്റും ആയിരുന്നതിൻ്റെ ഒരു ഫലമായിരുന്നോ, അതോ അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടായിരുന്നോ അവിടെ? അങ്ങനെ നമ്മൾ പ്ലാൻ ചെയ്തിട്ടൊന്നുമല്ലല്ലോ ഇതൊക്കെ സംഭവിക്കണത്. ഷാഫി സാറിൻ്റെ കൂടെ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്തു. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം വന്നു. സച്ചി സേതുവിൻ്റെ ആദ്യത്തെ സ്ക്രിപ്റ്റ് ഷാഫി സാറായിരുന്നു. അപ്പോൾ അവരുമായിട്ടൊക്കെ ഡിസ്കസ് ചെയ്ത് അങ്ങനെ ഇതിപ്പോൾ നമുക്ക് ആദ്യത്തെ സിനിമ തന്നെ സച്ചി സേതുവിൻ്റെ സ്ക്രിപ്റ്റ് ചെയ്ത് കളയാം എന്ന് പ്ലാൻ ചെയ്തതല്ലോ. അതൊക്കെ ഒരു ഭാഗ്യമായിട്ട് കണ്ടാൽ മതി. ഓക്കെ, അഭിരാം, ഇപ്പോൾ ഞാൻ വേറെ ലേറ്റസ്റ്റ് ഇൻ്റർവ്യൂ കണ്ടാണ് വർഷത്തിലൊരിക്കൽ ഹിമാലയത്തിൽ പോകുന്നുള്ള. ശരിക്കുള്ളതാണോ അത്? എല്ലാ വർഷവും കോവിഡിന് മുന്നേ പോകുന്നുണ്ടായിരുന്നു ഹിമാചലിലല്ലേ? അപ്പൊ എന്താണ് അത് ശരിക്കും അങ്ങനെ ഒരു ജേണി? വർഷത്തിൽ അവിടെ പോവുക ഒരു സ്പിരിച്വൽ പരിപാടിയാണോ? അല്ല, സ്പിരിച്വൽ അല്ല, എന്തെങ്കിലും വാങ്ങിക്കാൻ പോണ അവിടെ എനിക്ക് ഇഷ്ടമാണ് ക്ലൈമറ്റും എല്ലാം. നമുക്ക് പിന്നെ ഒരു മൗണ്ടനിങ്, കുറച്ച് ട്രക്കൊക്കെ ചെയ്യും. കൊല്ലത്തിൽ ഒരിക്കലെങ്കിലും ചെയ്യുന്നത് മനസ്സിനൊരു ഇതായിരുന്നു. പക്ഷേ കോവിഡിന് ശേഷം പിന്നെ ട്രാവലൊക്കെ മൊത്തത്തിലെല്ലാം പിന്നെ അവിടെ അങ്ങനത്തെ ആ യാത്ര പോക്ക് നിർത്തി. കോവിഡിന് ശേഷം അങ്ങനെ മൊത്തത്തിൽ ബ്ലോക്കായി, സാമ്പത്തികമായിട്ട് എല്ലാ തരത്തിലും അങ്ങനെ ഒരു സ്ഥലത്തേക്ക് എത്തി. ഇനിയിപ്പോ സമയം ഉണ്ടാവണമെന്നില്ല. സമയം ഉണ്ടെങ്കിൽ പോകാൻ പറ്റിയ സ്ഥലമാണ് പോകണം. കസോളിലാണ് ഞാൻ പോവാറ്. കുറച്ച് സ്ഥലങ്ങൾ വിത്ത് ഫ്രണ്ട്സ് ആണോ അതോ ഫ്രണ്ട്സ് ഉണ്ടാവും, ഒറ്റയ്ക്ക് പോയിട്ടുണ്ട്. അപ്പോൾ എന്താ സോൾ തേടിയുള്ള ചില ആളുകൾ പറയില്ലേ, സോൾ ഡെസ്റ്റിനി തേടിയുള്ള അത്രയും യാത്രയാണോ? അങ്ങനെയൊന്നുമില്ല, ആരെങ്കിലൊക്കെ ഉണ്ട്, ഫണ്ണല്ലേ. നമ്മുടെ ഇവിടുത്തെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് പോയിട്ടുണ്ട്. പിന്നെ ഞാൻ കോളേജ് ചെയ്തത് ഗുജറാത്തിലാണ്. അപ്പോൾ അവിടുത്തെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് അങ്ങനെ അവിടെ പോയിട്ടുണ്ട്. അങ്ങനെ. ഓക്കെ, അപ്പോൾ ഈ ഗുജറാത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞപ്പോഴാണ് എനിക്ക് ഞാൻ അഭിരാമിനെ പറ്റി കേട്ടൊരു കാര്യമാണ്, നന്നായി ഹിന്ദി പാട്ടുകൾ പാടും എന്ന്. സത്യമാണോ അത്? അതെ, നിങ്ങൾ രണ്ടുപേരെ പറ്റി ഞാൻ കേട്ടു. അപ്പോൾ ഞങ്ങൾക്ക് വേണ്ടി, ഞങ്ങൾ പ്രേക്ഷകർക്ക് വേണ്ടി പറയേണ്ടതാണ്, പറയേണ്ടി വരും. ഉണ്ണി മൂന്നിടത്ര ഞാൻ ആയിട്ടില്ല. ഉണ്ണി മൂന്നിടത്ര ഹിന്ദി. ആ, സൈചേട്ടനും ആ ഹിന്ദി ബാക്ക്ഗ്രൗണ്ട് ഉണ്ടല്ലോ. മലയാള സിനിമയിലെ ഹിന്ദിക്കാർ കുറെ ഉണ്ടല്ലോ. ഇപ്പൊ നമുക്ക് ഒരുപാട് ആൾക്കാരായി. ഇവര് മലയാള സിനിമയിലെ ആൾക്കാരെ വെച്ചിട്ടൊരു ഹിന്ദി സിനിമ ചെയ്യാം. അതെ, അങ്ങനെ ഒരു പ്ലാൻ ആക്കി, അങ്ങനെ ഒരു ഡയറക്ഷൻ അല്ലേ? സിനിമ ഡയറക്ട് ചെയ്യട്ടെ. ഇവരെ ഉണ്ണിയും സൈജോട്ടും പരസ്പരം കണ്ട ഹിന്ദിയിൽ സംസാരിക്കാം. ശരിക്കും നിങ്ങൾ വേറെ ആരോടെങ്കിലും സംസാരിക്കും. നമുക്കറിയില്ലല്ലോ. അപ്പൊ അത് കാരണം ചില ആൾക്കാർക്ക് ഇപ്പം ദുൽഖറിന് ഹിന്ദി അല്ലല്ലോ അറിയാം. പുള്ളി ദുബായ് അവിടെ ആയിരുന്ന കാരണം അവിടെ വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പൊ അങ്ങനെ ഹിന്ദി അറിയാം. ഇപ്പൊ അഭിരാമിന് അറിയാം. അങ്ങനെ കുറച്ച് പേർക്ക് രാഹുൽ മാധവന് ഹിന്ദി അല്ലല്ലോ അറിയാം. അങ്ങനെ കുറച്ച് പേരുണ്ട്. ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയല്ലോ, ഉണ്ടോന്ന് തിരക്കി നോക്കണം, ചിലപ്പോ ഉണ്ടാവും. അതിലെപ്പോഴും ഹിന്ദി കാര്യങ്ങളൊക്കെ ചെയ്യാം. അതെ. അപ്പൊ രജിഷ വിജയനല്ലേ, ഷീ സ്പീക്സ് വെരി ഗുഡ് ഹിന്ദി.
അതെന്താണ് പുള്ളിക്കാരിക്ക് അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട്? പുള്ളിക്കാരത്തി എനിക്കൊന്ന് അച്ഛൻ ആർമിയിൽ എന്തോ ആയിരുന്നു, അതിന്റെ നോർത്തിലൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ശരിക്കും സ്കൂളിൽ പഠിക്കുന്ന കാലം തൊട്ട് തന്നെ എനിക്ക് ഹിന്ദി സംസാരിക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. ഞാൻ വേറെ അതുകൊണ്ടൊക്കെ അത് നമ്മൾ അങ്ങോട്ട് പറഞ്ഞു അന്ന് ദൂരദർശൻ കണ്ട് കുറെ ആൾക്കാർ ഹിന്ദി പറയുമായിരുന്നു. ദൂരദർശനിലെ പ്രോഗ്രാംസ് കണ്ടിട്ടാണ് ഹിന്ദി പഠിച്ചത്. മഹാഭാരതവും രാമായണവും ഈ പറഞ്ഞ പോലെ സീരിയലുകളും സാധനവും. അപ്പൊ നല്ല ഹിന്ദി പഠിക്കാൻ പറ്റും മഹാഭാരതം. എന്റെ മോളൊക്കെ ഹിന്ദി കാർട്ടൂൺസ് കണ്ടിട്ടാണ് ഹിന്ദി പഠിച്ചത്. അപ്പൊ അവര് നല്ല ഹിന്ദി ആണോന്നില്ല, ആദിത്യ മര്യാദകളൊക്കെ പഠിക്കാതെ പലപ്പോഴും നമ്മുടെ സ്കൂളുകളിൽ ഞങ്ങൾക്ക് പഠിക്കുന്ന കാലഘട്ടത്തിൽ ഈ ഹിന്ദി പ്രൊണൗൺസ് ചെയ്യുന്ന ഹിന്ദി അധ്യാപകരുടെ ഹിന്ദി പ്രൊണൗൺസിയേഷൻ തെറ്റാണെന്ന് പിൽക്കാലത്ത് നമ്മൾ പുറത്തു പോയപ്പോൾ മനസ്സിലായി. ഹും ഒന്നും ആരും പറയാറില്ല. ഇവിടെ അത് കൃത്യമായിട്ട് ഹും ഹൈ എന്നൊക്കെയാണ് പറഞ്ഞില്ലെങ്കിൽ അടി എത്ര കൊണ്ടല്ലേ. അപ്പൊ അത് പറഞ്ഞിട്ട് കാര്യമില്ല, ഒരാളുടെ ഇതിന് വഴങ്ങണല്ലോ. നമ്മളത് നിരന്തരമായിട്ട് പ്രാക്ടീസ് ചെയ്യുമ്പോഴായിരിക്കും ഒരു ഹിന്ദി പാട്ട് അഭിരാമിന്റെ അല്ല, അതാ ഞാൻ അതായിരുന്നു ചോദ്യം. അത് സ്കിപ്പ് ചെയ്യാനാണ് ഇത്ര അത് മറക്കാതിരിക്കാനാണ് ഓർമ്മിപ്പിച്ചത്. ഇനിയിപ്പോ രണ്ടുപേരും എന്താ ചെയ്യാ ഒരുമിച്ച് പാടാം. അതെ അതെ അതാണ് അറിയാത്ത പാട്ട് പാടുന്നത്. സൈജോട്ടം പറയണ്ടേ പാട്ട് അത് കലക്കും. അത് കേൾക്കും. അറിയാല്ലേ? ഞാൻ എനിക്കറിയാലോ. आगे मेरे सपनों की रानी कब आएगी तू, आए रुस मस्तानी कब आएगी तू, बीत जाए जिंदगानी कब आएगी तू, चलिया तू चलिया അപ്പൊ എനിക്കറിയുള്ളൂ ഹിന്ദി ബാക്കി सब रंग रलिया पूछ रही है. മതിയില്ലേ? മതി. അപ്പൊ ഇനി ബാക്ക് ടു സിനിമ. ഭരതനാട്യം എന്നുള്ളൊരു കൺസെപ്റ്റില് ആ ഒരു കഥ എന്ത് തരം കഥയാണ്, എന്ത് തരം സിനിമയാണ്? ഒരു കുടുംബത്തിന്റെ കഥയാണ്. ദുരഭിമാനം അഭിമാനം പോലെ കാണുന്ന ഒരു ഫാമിലിയുടെ കഥയാണ്. ഒരുപാട് രഹസ്യങ്ങളൊന്നുമില്ല പ്രത്യേകിച്ച് ഒളിപ്പിക്കാൻ, പക്ഷെ എന്നാലും ഒരു രഹസ്യ സ്വഭാവം മൊത്തത്തിലുണ്ട്. എന്തിനാണ് ഇങ്ങനത്തെ രഹസ്യ സ്വഭാവം? ഇപ്പം നമ്മളിപ്പോൾ പുറത്തൊക്കെ പോകുമ്പോഴത്തേക്ക് ഒരു ക്രൗഡിലൊക്കെ പോകുമ്പോഴത്തേക്കും ഫംഗ്ഷൻസ് പോകുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട് ഈ ആൾക്കാർ നമ്മുടെ ചെവി വന്നിട്ടേ സുഖമാണെന്നൊക്കെ ചോദിക്കും. സുഖമാണെന്നല്ല, അല്ലെങ്കിൽ തന്നെ ചോദിച്ചാലും സുഖം അല്ലെങ്കിൽ തന്നെ നമ്മൾ സുഖമാണെന്ന് അപ്പൊ ചെവി ചോദിക്കേണ്ട ആവശ്യം എന്താ നമ്മൾ കൊടുക്കും. അതൊരു രഹസ്യ സ്വഭാവമാണ്. അപ്പൊ കണ്ടിരിക്കുന്ന ആൾക്കാർക്ക് എന്തോ രഹസ്യമായിട്ട് ഒരു സംസാരിക്കുന്ന പോലെ ഫീൽ ചെയ്യും. അപ്പൊ അങ്ങനെയൊക്കെയുള്ള രഹസ്യം സ്വഭാവമുള്ള കുറെ കഥാപാത്രങ്ങളാണ്. അപ്പൊ അവരുടെ ലൈഫിലൊരു വലിയ പ്രശ്നം ഉണ്ടാവുകയാണ്. ആ പ്രശ്നം ഇവര് വിചാരിക്കുന്നതിനേക്കാൾ അപ്പുറമാണ്. ഇതാണ് നമ്മുടെ ഹ്യൂമർ സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്യുന്നത്. അതാണ് ഭരതനാട്യം. ഈ പേരെന്താണ്? ഭരതനാട്യം ഒരു നാട്യകലയാണല്ലോ. അപ്പോൾ നമ്മുടെ ജീവിതത്തില് പല സിറ്റുവേഷൻസിലും ഭരതനാട്യം അല്ലേ കളിക്കാറില്ല. അപ്പൊ അതിന്റെ ആ നാട്യത്തിന് നമ്മള് ഭരതനാട്യം എന്ന് പറയുന്നത് ഒരു പാൻ ഇന്ത്യൻ ഒരു പരിപാടിയും കിട്ടും നമുക്ക്. അങ്ങനെ ഭാരതം എന്നൊക്കെ ഉള്ളൊരു സാധനം. അല്ല, അതാണ് ചോദിച്ചാൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, അത് ഭരതനാട്യം ഭരതമുനി ഓക്കെ. സച്ചിൻ, അതുപോലെ ഞാൻ സച്ചിൻ്റെ പഴയ ഇൻ്റർവ്യൂസിലൊക്കെ സച്ചിൻ പറഞ്ഞ കാര്യമാണ്, സെയിൽസ് പേഴ്സൺ ആയിരുന്നല്ലോ. അപ്പോൾ ഈ സെയിൽസ് പേഴ്സൺസ് ഇപ്പോൾ നാടൊട്ടാകെ ഇപ്പോൾ ഒരുപാട് സെയിൽസ്മാൻമാരുണ്ട്. അപ്പോൾ ഞാനും കുറച്ച് നാൾ ആ ജോലി ചെയ്തിരുന്ന ഒരാളാണ്. അപ്പോൾ എനിക്ക് ആ ഒരു പ്രഷർ അറിയാം, ടാർഗറ്റ് അച്ചീവ് ചെയ്യാനുള്ള ഒരു പ്രഷറും ഇതിലൊരു കംഫർട്ട് സോണുമാണ്. അറ്റ് എ ടൈം ഇതൊരു ഭയങ്കര പ്രഷറുള്ള ജോലിയാണ്. സോ സച്ചിൻ്റെ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു ഈ ഒരു ജോലിയിൽ നിൽക്കെ? ആ ഒരു പ്രഷറും കംഫർട്ടും ഒക്കെ എങ്ങനെയായിരുന്നു മാനേജ് ചെയ്തിട്ടുള്ളത് ആ സമയത്ത്? അല്ലേ, ആ സമയത്ത് ആ സെയിൽസിൽ പ്രഷർ മാനേജ് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ജോലി വിട്ടിട്ട് ചില ഇടയ്ക്ക് ഞാൻ സിനിമയിലും വന്നല്ല. അപ്പം എനിക്ക് വേറൊരു വഴി ദയവായിട്ട് കാണിച്ചു തന്നു. അപ്പൊ അതുകൊണ്ട് പ്രഷർ താങ്ങാണ്ട് വന്നപ്പോഴത്തേക്കും ഞാൻ നേരെ ജോലി വിട്ടു. എന്നിട്ട് പിന്നെ സിനിമ കണ്ടിന്യൂ ചെയ്യാന്ന് പറഞ്ഞുകൊണ്ട് വന്നു. അപ്പൊ ഞാൻ വിചാരിച്ചിരുന്നത് എല്ലാ മാസവും ഒരു പടം ചെയ്യുന്നു, അഭിനയിക്കുന്നു, നമുക്ക് സാലറി കിട്ടുന്നു, റെമ്യൂണറേഷൻ കിട്ടുന്നു, അങ്ങനെ അങ്ങ് പോകുന്നു. പക്ഷെ സിനിമയിൽ വന്നു കഴിഞ്ഞപ്പോൾ മനസ്സിലായത് അങ്ങനെ ഈസി ആയിട്ടുള്ള പരിപാടിയല്ല. എല്ലാ മാസവും ഒരു സിനിമയിൽ അഭിനയിക്കണമല്ലോ എന്നുള്ള ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു പുള്ളി കരുതിയത്. പക്ഷെ ഒരു സിനിമയുടെ അടുത്ത സിനിമ കിട്ടുന്നുള്ളത് അല്ല, സഹിച്ചേണ്ട കാര്യത്തിൽ നമുക്ക് പറയാൻ പറ്റില്ല. ഏകദേശം 150ഓളം സിനിമ അല്ല, അതൊരു ഓരോ അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടല്ലോ. ഒരാള് അതായത് ആദ്യത്തെ 8 വർഷത്തോളം എനിക്ക് 28 സിനിമകളായി.
പിന്നെ അടുത്ത 8 വർഷത്തിൽ ഞാൻ 100 കംപ്ലീറ്റ് ചെയ്തു, ടോട്ടൽ 100. ഓ ആ, അതായത് എനിക്ക് ട്രിവാൻഡ്രം ലോഡ്ജ് ബ്രേക്ക് ആയത് 29ാമത്തെ പടമാണ്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ എനിക്ക് കുറച്ച് സ്പീഡിൽ കിട്ടാൻ തുടങ്ങിയത്. സോ കോൾഡ് എല്ലാ മാസവും അല്ല, അതിപ്പോഴും എല്ലാ ദിവസവും 2 മാസത്തിൽ ഒരെണ്ണം അങ്ങനെയൊക്കെ. ഒരു സപ്പോർട്ടിംഗ് റോൾ ചെയ്യുന്നതുകൊണ്ട് നമുക്കൊരു 6-7 പടം ഒരു വർഷം കിട്ടുന്നുണ്ടായിരുന്നു, പറ്റുന്നുണ്ടായിരുന്നു. അതെ അതെ. നമ്മുടെ ചോദ്യം തരുന്ന പ്രഷർ മനസ്സിലായത് ഈ എന്താണ് സെയിൽസിന്റെ അതേപോലെ തന്നെ പ്രശ്നമാണ് ഇവിടെ. അല്ല, ഓരോ കാര്യത്തിൽ ഇപ്പം പ്രൊഡ്യൂസർ ആയതുകൊണ്ട് പറയുമല്ല, ഇപ്പം ആക്ടിങ് ആണെങ്കിൽ തന്നെ നമുക്കിപ്പോൾ സപ്പോർട്ടിംഗ് റോൾ ആയിക്കോട്ടെ, നമ്മൾ ലീഡ് റോൾ ചെയ്തോട്ടെ, എന്തും ആയിക്കോട്ടെ, ഒരു പടം നടക്കുന്ന സമയത്ത് ഇത് അഭിനയിക്കുന്നതിന്റെ ടെൻഷൻ, ഇത് എങ്ങനെയാണിത്, ഇത് വർക്കൗട്ട് ആവും എന്നൊക്കെയുള്ള മൊത്തം ടെൻഷൻ. പിന്നെ ഡബിങ് ഉണ്ട്. ഇതിന് ശേഷം പിന്നെ ഇപ്പൊ നമ്മൾ ചെയ്യുന്ന ഈ പ്രൊമോഷൻസ് ഉണ്ട്. ഈ പ്രൊമോഷനിൽ എന്തൊക്കെയാണ് പറയേണ്ടത്, എന്തൊക്കെയാണ് നമുക്ക് ഒളിപ്പിച്ചു വെക്കേണ്ടത് സിനിമയെ പറ്റി അല്ലെ, അതൊരു ഘടകമാണ്. ഇതിന് ശേഷം ഇതിന്റെ റിലീസ് അടുക്കും തോറും നമ്മുടെ നെഞ്ചിരിപ്പ് കൂടും. അങ്ങനെ തലേദിവസം നേരത്തെ ഉറങ്ങാൻ ശ്രമിച്ചാലും ഉറക്കം വരില്ല, ലേറ്റ് ആയിട്ട് നമ്മൾ ഉറങ്ങും, പക്ഷെ നേരത്തെ എണീക്കുകയും ചെയ്യും. ഓക്കെ, എണീറ്റിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, പ്രാർത്ഥിക്കാൻ നല്ലത് വേറെ കാര്യമൊന്നുമില്ല. ചില 10 മണിക്ക് ഷോ തുടങ്ങുള്ളൂ. പിന്നെ ഈ 10 മണിയാകാൻ വേണ്ടിയിട്ടുള്ളൊരു ഇരിപ്പാണ്. 10 മണിയാകാൻ വേണ്ടിയിട്ടുള്ള ഇരിപ്പുകൊണ്ട് ഒരു കാര്യമില്ല. എന്നുവെച്ചാൽ 12 മണിക്ക് ഷോ കഴിയുള്ളൂ. അപ്പോൾ 10 മണി തൊട്ട് നമ്മൾ ഇരിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ നമുക്ക് ടെൻഷനാണ്, എന്തിന്റെ ആളൊന്നും ഇല്ലെന്നുണ്ട് അല്ലേ. അപ്പം ശരി, ഓക്കെ, നമ്മുടെ ആരെങ്കിലും പരിചയക്കാർ കാണും. അപ്പം ഇതേ ഞാൻ നിന്റെ സിനിമ കാണാൻ കേട്ടിട്ടുണ്ട് കേട്ടോ. ഏറ്റവും ആദ്യം ചോദിക്കുന്നത് ആളുണ്ടോ അല്ലേ, ആളുണ്ടോന്ന് ചോദിക്കുമ്പോഴത്തേക്കും ആള് ഇപ്പൊ അധികം ഇല്ല. ഇപ്പം എന്താണ്, തുടങ്ങുന്നല്ലേ ഉള്ളൂ. ഇപ്പൊ മറ്റേ ആഡൊക്കെ നടക്കുവാണ്, മറ്റേ പടത്തിന്റെ ട്രെയിലറൊക്കെ വന്നിട്ടിരിക്കുകയാണ്. അപ്പൊ ആൾക്കാർ പതുക്കെ പുറത്ത് കുറച്ച് ആൾക്കാർ നിൽപ്പുണ്ട്. അപ്പൊ അവരൊക്കെ നമ്മുടെ സിനിമയ്ക്കായിരിക്കും. അപ്പൊ അത് നമുക്കറിയാം നമ്മുടെ സിനിമയ്ക്ക് ആയിരിക്കില്ല. പക്ഷെ അയാൾ നമ്മളെ സമാധാനിപ്പിച്ച് നമ്മൾ സമാധാനപ്പെടുകയും ചെയ്തു. ഇത് കഴിഞ്ഞിട്ട് പിന്നെ ഇന്റർവെൽ ആകുമ്പോഴത്തേക്ക് നമ്മൾ ഒരു അപ്ഡേഷന് വേണ്ടിയിട്ട് നമ്മൾ വിളിക്കും പതുക്കെ. അപ്പൊ ചിലപ്പോൾ ഇയാള് വല്ല എന്താണ് സിഗരറ്റ് വലിക്കാനോ ചായ കുടിക്കാനോ പോയി കാണും. സൈലന്റ് മോഡായിരിക്കും തിയേറ്ററിൽ, ഇയാൾ എടുക്കൂല. അപ്പൊ നമ്മുടെ പ്രശ്നം, അപ്പൊ എനിക്ക് പടം ഇഷ്ടപ്പെട്ടിട്ടില്ല ഫസ്റ്റ് ഹാഫ്, അതുകൊണ്ട് മലപ്പുറം എടുക്കാണ്ടിരിക്കാനാണ്. അപ്പൊ വീണ്ടും ടെൻഷനായി. പിന്നെ ഇയാൾ തിയേറ്ററിൽ കയറി കഴിഞ്ഞിട്ടായിരിക്കും ഇത് കാണുന്നത്. തിരിച്ചു വിളിക്കുന്നു, അപ്പോഴത്തേക്ക് അവിടെ പടം തുടങ്ങുന്നു. ഞാൻ വിളിക്കാം, അല്ല എത്ര പേരുണ്ട്, അപ്പോഴത്തേക്കും കട്ട്. അപ്പൊ ഇങ്ങനെ ഒരുപാട് ടെൻഷൻസ് ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞു കഴിഞ്ഞാല് വീണ്ടും സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് വളരെ രസമുണ്ട് കേട്ടോ. കോമഡി പടമാണെങ്കിൽ ആൾക്കാരുടെ ചിരിയൊക്കെ ഉണ്ടായിരുന്നു. എന്റെ അടുത്തിരുന്നവൻ നന്നായിട്ട് ചിരിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ അടുത്തപ്പോ ഈക്ക് ചിരിയൊന്നുമില്ല. അപ്പൊ അത് നമ്മുടെ ടെൻഷനാണ്. അപ്പൊ പിന്നെ നമ്മൾ ചോദിക്കുന്നത് മോശമല്ല, അപ്പൊ നീ ചിരിച്ചില്ല എന്ന് ചോദിക്കുന്നത് മോശമല്ലേ. പിന്നെ ഒരുപാട് പ്രോബ്ലംസിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. വളരെ ആക്സിഡന്റലി ആണല്ലോ സൈജു സിനിമയിൽ വന്നത്. അപ്പോൾ അങ്ങനെ ഒരാള് ഇത്ര പാഷനേറ്റ് ആയിട്ട് സിനിമയെ സ്നേഹിച്ച് സിനിമയിൽ നിൽക്കണമെന്ന് ആഗ്രഹിച്ചത് എന്താണെന്ന് എനിക്കൊരു വലിയ സംശയം ഉണ്ടായിരുന്നു. സെയിൽസിൽ നിന്ന് രക്ഷപ്പെടാനായിരുന്നു എന്നുള്ളത് എനിക്കിപ്പോഴാണ് മനസ്സിലായി. അപ്പോൾ ചേട്ടാ, അതുപോലെ തന്നെ ഇപ്പോൾ നമുക്ക് ഒരുപാട് നമ്മുടെ പഴയ സായികുമാരേട്ടൻ ഉണ്ട്, അതുപോലെ കലാരഞ്ജനി ചേച്ചി ഉണ്ട്. അപ്പോൾ ഇവരൊക്കെ ആയിട്ടുള്ള കൊളാബറേഷനും പരിപാടിക്ക് പ്രത്യേകിച്ച് അഭിരാമിനെ കുറച്ച് കൂടെ പറയണ്ടാവും. അതെ അതെ, ഏറ്റവും ജൂനിയർ. അതെ അതെ. പക്ഷെ എനിക്ക് കോമ്പിനേഷൻസ് പറഞ്ഞ പോലെ സൈജു ചേട്ടനും സോഹൻ ചേട്ടനും കൃഷ്ണദാസ് ആയിട്ടായിരുന്നു കൂടുതൽ കോമ്പിനേഷൻ. മണിയേട്ടനും ഭട്ടാണ്. പിന്നെ ദിവ്യൊക്കെ ആയിട്ട് എല്ലാവരായിട്ടും ചെറിയ ചെറിയ കോമ്പിനേഷൻസ് ഉള്ളത്. അങ്ങനെ സായികുമാരേട്ടനായിട്ടൊരു സീനൊന്നും അങ്ങനെ ചെയ്യാൻ പറ്റിയിട്ടില്ല. അത് അടുത്ത സിനിമയിൽ ചെയ്യണം. അല്ല, ഈ ഫേവറേറ്റ് ആക്ടേഴ്സിനെ ചോദിക്കുന്ന കൂട്ടത്തിൽ പറയുന്നുണ്ടല്ലോ സായികുമാറും വൺ ഓഫ് ദി ഫേവറേറ്റ് ആണ്. റാംജി റാവ് സ്പീക്കിംഗ് ആണ് എൻ്റെ ആദ്യത്തെ സിനിമ ഓർമ്മ തിയേറ്ററിൽ പോയി കണ്ടതായിട്ട്. അപ്പോൾ അങ്ങനെ ആ സമയം തൊട്ട് നമുക്ക് സൈജനോട് പറഞ്ഞത് കണ്ടിട്ടില്ല. അല്ല, അത് മനസ്സിലുള്ളതാണല്ലോ, റെസ്പെക്റ്റോട് കൂടി തന്നെ കാണുന്നു. പിന്നെ ക്യാരക്ടർ നമ്മുടെ ഇതെന്ന് പറഞ്ഞ സോനേട്ടൻ പറഞ്ഞ പോലെ നമ്മളെ വരെ വീട്ടിൽ കയറ്റൂലല്ലോ, അത്തരത്തിലുള്ള സാധനമുണ്ട്. അപ്പോൾ ഈ സുഹൃത്തിന്റെ ഈ ക്യാരക്ടറിന്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ സൈജോട്ടിന്റെ സുഹൃത്താണ്. സൈജോട്ടിനോട് അങ്ങനെ പ്രത്യേകിച്ച് വിരോധമൊന്നുമില്ല. പക്ഷെ എന്നാലും എന്താ സംഭവിക്കുന്നതെന്ന് ഇങ്ങനെ ഒരു ക്യൂരിയോസിറ്റി എല്ലാം അറിയണം ഉള്ളൊരു സാധനം. അപ്പോൾ അത് നമ്മളൊരു നാട്ടിലൊക്കെ വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു പ്രവണതയും കുറേ ആൾക്കാർ ഉള്ളതാണ്. ഞാൻ ഉൾപ്പെടെ ചിലപ്പോൾ ഒന്നും വേണമെങ്കിൽ പറയാം. നമുക്ക് ഒരു ഭയങ്കരമായിട്ട് നമുക്ക് രാത്രി ഉറക്കം വരില്ല അത് അറിഞ്ഞില്ലെങ്കിൽ. മലയാളിയുടെ ഒരു പൊതു സ്വഭാവമായിട്ട്. അപ്പൊ അങ്ങനെ ഒരു ക്യാരക്ടർ ബ്രീഫാണ് എനിക്ക് കൃഷ്ണദാസ് ഡയറക്ടർ സജോട്ടൊക്കെ പറഞ്ഞു തന്നത്. അപ്പൊ അത് പരമാവധി പറ്റുന്ന രീതിയിൽ രസകരമായി ചെയ്യാൻ ശ്രമിച്ചു. അതാണ്. പിന്നെ എക്സ്പീരിയൻസ് എല്ലാ സിനിമകളെയും പോലെ ഇതും നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. നമ്മൾ ആലോചിച്ചിട്ട് പോലുമില്ല നമ്മളിങ്ങനെ
സിനിമയിൽ അഭിനയിക്കുന്നു. അപ്പോൾ എല്ലാ സിനിമയും ഭയങ്കര എക്സ്പീരിയൻസ് ആണ്. ഓക്കെ ചേട്ടാ, അതുപോലെ ഈ എനിക്ക് തോന്നുന്നു ആക്ഷൻ ഹീറോ ബിജു അല്ലേ ആദ്യമായിട്ട് അഭിനയത്തിലേക്ക് വരുന്നൊരു സിനിമ. അപ്പോൾ ഇപ്പം ഞാൻ അഭിരാമനോട് ആദ്യം ചോദിച്ച ചോദ്യം തന്നെ ചേട്ടനോട് ആവർത്തിക്കുകയാണെങ്കിൽ, ഈ സിനിമയിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും അസോസിയേറ്റും അസിസ്റ്റൻ്റ് ആയിരുന്നു. അതിനുശേഷം എന്തായിരുന്നു, അഭിനയമായിരുന്നോ അതോ ഡയറക്ഷൻ ആയിരുന്നു? ഞാൻ പല ഇൻ്റർവ്യൂവിലും പറഞ്ഞിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ, എനിക്ക് ഡയറക്റ്റ് ചെയ്യുമ്പോൾ തോന്നും അഭിനയിച്ചാൽ മതിയായിരുന്നു, അഭിനയിക്കുമ്പോൾ തോന്നും ഡയറക്റ്റ് ചെയ്താൽ മതിയായിരുന്നു. അങ്ങനെയാണ്. അപ്പോൾ ഡയറക്ഷൻ തന്നെയാണ് നമുക്ക് കുറച്ചും കൂടി അതാവാനാണ് നമ്മൾ ശ്രമിച്ചതും അതിനു വേണ്ടിയിട്ടാണ് കഷ്ടപ്പെട്ടതും ഒക്കെ. അഭിനയത്തിലേക്ക് ഈ പറഞ്ഞ പോലെ വളരെ യാദൃശ്ചികമായിട്ട് വന്നതാണ്. അപ്പോൾ കുറേ സിനിമകൾ അതിനുശേഷം ചെയ്യുകയും ചെയ്തല്ലേ, നല്ലൊരു നടൻ കൂടിയാണ് എന്നാണ് അല്ലേ? അതെ. ഓക്കെ, എന്തായാലും കുറഞ്ഞ സമയം ഒരുപാട് സന്തോഷം. ഭരതനാട്യം നമുക്ക് ഓഗസ്റ്റ് 23 റിലീസാണ്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, തിയേറ്ററിൽ പോയി കാണുക. പറഞ്ഞോളൂ പ്രേക്ഷകരോട് എന്താണ്? പ്രേക്ഷകരോട് പറയാനുള്ളത്, ഓഗസ്റ്റ് 23 കേരളത്തിൽ മാത്രമല്ല ഇന്ത്യ ഒട്ടാകെ നമ്മൾ ഒരുമിച്ചാണ് റിലീസ് ചെയ്യുന്നത്. ഓവർസീസ് ഒരാഴ്ച കഴിഞ്ഞിട്ടാണ്. ഇതൊരു ഹോൾസം ഫാമിലി എൻ്റർടൈനറാണ്. നിങ്ങൾ നിരാശരാവില്ല. ഉറപ്പായിട്ടും നിങ്ങളുടെ അടുത്തുള്ള തിയേറ്റേഴ്സിൽ നിങ്ങൾക്ക് സമയം കിട്ടുന്ന അനുസരിച്ച് പോയി കാണുക. ഭരതനാട്യത്തിനെ വിജയിപ്പിക്കുക, സപ്പോർട്ട് ചെയ്യുക. ഉറപ്പായിട്ടും ഫാമിലി ആയിട്ട് ഇരുന്ന് കാണാൻ പറ്റുന്ന സിനിമയാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും സന്തോഷം. താങ്ക് യു സോ മച്ച്. താങ്ക് യു. താങ്ക് യു.